ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ദൈവത്തോട് കൂടെ നടക്കുവാൻ മനസ്സ് വെച്ചു മാത്രമല്ല, ദൈവത്തോട് കൂടെ നടക്കുവാനുള്ള അർഹത, യോഗ്യത അവൻ പ്രാപിച്ചു. നമ്മുടെ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ അതിന് യോഗ്യനായി. അടുത്ത കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, ആ നടന്നപ്പോൾ സ്തോത്രം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്താലുള്ള സാക്ഷ്യം അവൻ പ്രാപിച്ചു. എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു, അതുകൊണ്ട് എടുക്കപ്പെട്ടു. ഞാൻ പിന്നെയും മടങ്ങി വരട്ടെ. കഴിഞ്ഞ ആഴ്ച തിരുമേശയായതുകൊണ്ട് ആ ഒരു ചിന്തയിലോട്ടാണ് നമ്മൾ പോയത്. ദൈവത്തോട് കൂടി നടക്കുവാൻ, ചേർന്ന് നടക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവവചനം പറയുന്നു, ദൈവം വെളിച്ചമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. യേശു പറഞ്ഞു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളിതൊക്കെ കേൾക്കുന്ന വചനങ്ങളാണ്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് കേൾക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ലോകം ഇരുട്ടിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ ലോകം നമ്മൾ കാണുന്ന പല നല്ലതെന്ന് തോന്നുന്നത്, ഇതാണ് സ്വർഗമെന്ന് ചിന്തിക്കുന്നത് ഒക്കെ തന്നെ അപ്പാടെ ഈ ലോകം ഇരുട്ടിൽ കിടക്കുകയാണ്. യേശു പറയുന്നു, ഈ ഇരുട്ടായ ലോകത്തിന്, ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യരുള്ള ഈ ഭൂമിയിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അടുത്ത ഭാഗം, എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ സ്വീകരിച്ച് എൻ്റെ കൽപ്പനകളെ ഏറ്റെടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ, പിന്നെ അവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാം. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ ഏറ്റെടുത്തനുസരിച്ച് കർത്താവിൻ്റെ പുറകെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ജീവനിൽ വെളിച്ചമുള്ളവരായി തീരുകയാണ്. ജീവനിൽ അകത്ത് വെളിച്ചമുള്ളവരായി തീരുകയാണ്. അകത്ത് നമ്മൾ വെളിച്ചം പ്രാപിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം വെളിച്ചമായ യേശു അകത്ത് വന്നു. ജീവിതത്തിൽ നമ്മൾ വെളിച്ചമുള്ളവരാകണം. യേശു ഉള്ളിൽ വന്നു, ജീവനിൽ വെളിച്ചം പ്രാപിച്ചു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ വെളിച്ചത്തെ നമ്മൾ കാണിക്കണമെങ്കിലേ യേശുവിനോട് ചേർന്ന് പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അകത്തും വെളിച്ചം വേണം, ജീവനിൽ വെളിച്ചം വേണം, ജീവിതത്തിലും വെളിച്ചം വേണം. അതിനാണ് നമ്മൾ ഒരാഴ്ച ചിന്തിച്ചു, ഇരുളിന് നിങ്ങൾ കൂട്ടാളികൾ ആകരുത്. മാത്രമല്ല അതിനെ ശാസിക്കുക അത്രേ വേണ്ടത്. കേട്ടോ, മാതാപിതാക്കളോട് ഞാനൊരു ചെറിയ ദൂത് പറഞ്ഞോട്ടെ. നിങ്ങളുടെ മക്കൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾക്കവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന കാലത്ത് നിങ്ങളുടെ വാക്കുകൾ അവർ കേൾക്കും, ഏറ്റെടുക്കും എന്ന ആ സമയത്ത് മാക്സിമം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ബാലശിക്ഷകൾ കൊടുത്ത് അവരെ ശാസിച്ച് തെറ്റുകളെ അവരെ ബോധ്യപ്പെടുത്തി വളർത്തുവാൻ മാതാപിതാക്കളോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മക്കൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ ഒടുവിൽ, എൻ്റെ നാടൻ ഭാഷ പറയുകയാണ്, പാക്കായിരിക്കുമ്പോൾ മടിയിൽ വയ്ക്കാൻ കമുകായാൽ പ്രശ്നമാണ്. കേട്ടോ, ഇതെല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ്, ആരും മറക്കരുത്. ഹല്ലേലൂയ. മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് അവർ ചെയ്യുന്ന എല്ലാത്തിനും അങ്ങ് കൂട്ടുനിൽക്കുകയല്ല, തെറ്റുകളെ ശാസിക്കുന്നതാണ് മക്കളോടുള്ള സ്നേഹം. ശരി, മുടങ്ങി വരാം. അപ്പോൾ
യേശുവാകുന്ന വെളിച്ചത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ ജീവിതത്തിൽ വെളിച്ചമുള്ളവരായ യേശുവിനെ അനുഗമിക്കണം. പോരാ, യേശു പറഞ്ഞ മറ്റൊരു വചനം കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. മത്തായി 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ, യേശു നേരത്തെ പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ. എന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവനിൽ വെളിച്ചമുള്ളവരായി തീർന്ന നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സ്നേഹത്തോടെ ചോദിക്കട്ടെ, എത്രത്തോളം നമുക്ക് ലോകത്തിന് പ്രകാശം കൊടുക്കാൻ കഴിയുന്നു? യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആത്മാവായ യേശു ഇരുട്ടായ നമ്മുടെ അകത്ത് വന്നപ്പോൾ മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവ് ജീവിച്ചു, ഉയിർപ്പ് പ്രാപിച്ചു. ആ യേശു നമ്മുടെ ജീവനിൽ വെളിച്ചമായിരിക്കുന്നു. അകത്ത് എന്നെ നോക്ക്, അകത്ത് യേശു വെളിച്ചമായിരുന്നു പ്രകാശിക്കുന്നത് കൊണ്ട് അതിനെ പുറത്തോട്ട് കാണിക്കുന്ന വിളക്കുകളായി നമ്മളെ മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായിരുന്നാലും, വീട്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും ഒറ്റയ്ക്കായിരുന്നാലും, മക്കളെ, നിങ്ങൾ സ്കൂളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നാലും പല ടൈപ്പ് കൂട്ടുകാരുടെ ഇടയിലായിരുന്നാലും ഒന്ന് ഓർത്തോണം, നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണോ? നീ സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണോ? ഇരുട്ടുള്ള ലോകത്തിൽ നിന്നെ വെളിച്ചമാക്കി വച്ചിരിക്കുകയാണ്. നീ അവിടെ വെളിച്ചമായി ജീവിച്ചാലേ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുന്നു. അപ്പോൾ വെളിച്ചമായി ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കത്തില്ല. വിശ്വാസികളെ, സ്നേഹത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നടക്കുന്നവരുടെ ഇടയിൽ, പാപത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ, ഇരുട്ട് പാപത്തിന്റെ പ്രവൃത്തി ഉള്ളവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കരം പൊക്കി ഒരു ഹല്ലേലൂയ പറയാ. നിങ്ങൾ ലോകത്തില് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ദൈവം അതിനുവേണ്ടി നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. അതിനാണ് നമുക്ക് ജീവന്റെ വചനം തന്നിരിക്കുന്നത്. ജീവന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ, ഇരുട്ടുകളുടെ നടുവിൽ, ഇരുട്ടായ ലോകത്തിൽ, പാപലോകത്തിൽ നിങ്ങൾ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കണം. ശ്രദ്ധിക്കൂ, എങ്കിലേ നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇരുട്ടിന് വെളിച്ചത്തോട് കൂട്ടായ്മയില്ല. അത് പറ്റത്തില്ല. എത്ര കൂരിരുട്ടായാലും ശരി, ഒരു ചെറിയ മെഴുകുതിരി അവിടെ വന്നാൽ അതിൻ്റെ റേഞ്ച് ഏതുവരെ ഉണ്ടോ അവിടം വരെ എത്ര കുറ്റിരുട്ടിനും കട്ടിയിരുട്ടിനും നിൽക്കാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേ നിൽക്കത്തുള്ളൂ. എന്നാൽ തിരിച്ചു പറയട്ടെ, വെളിച്ചം എത്ര പവർഫുള്ളായ വെളിച്ചമായാലും ഒരു മെഴുകുതിരിക്ക് അതിൻ്റെ അടുത്തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആർക്കും അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കോടി സൂര്യൻ്റെ പ്രഭയേക്കാൾ ശക്തിയേറിയ പ്രഭയുള്ള യേശു കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ, നടക്കുവാൻ ഒരു മെഴുകുതിരി പോലെ നീ വെളിച്ചമായിരുന്നാൽ നിനക്ക് സാധിക്കും. നിങ്ങൾ വെളിച്ചമായിരിക്കണമെങ്കിലേ കൂട്ടായ്മ ഒക്കത്തുള്ളൂ, കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വചനം വായിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വചനം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, യേശു വെളിച്ചമായി വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നാമും വെളിച്ചങ്ങളായി വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒടുവിൽ വായിച്ചത് കേട്ടോ. നാമും
വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ വെളിച്ചമായ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മയോടെങ്കിലേ ചേർന്ന് നടക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹത്തോടെ ചോദിക്കുന്നു, നമ്മൾ ശരിക്കും കർത്താവിൻ്റെ കൂടെ നടക്കുകയാണോ? അടുത്തടുത്ത് നടക്കുകയാണോ? അകന്നകന്ന് പോവുകയാണോ? ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ, ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വചനങ്ങൾ, നമ്മൾ പാടുന്ന പാട്ടുകൾ ദൈവത്തോട് അടുപ്പിച്ച് ചേർന്ന് നടക്കുവാൻ സഹായിക്കുകയാണോ? ഇതൊക്കെ ഒരു ഫോർമാലിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ട് നമുക്ക് തോന്നിയതുപോലെ നടക്കുകയാണോ? ദൈവത്തോട് ചേർന്ന് നടന്നാൽ മാത്രമേ ഒടുവിൽ അവൻ ഇരിക്കുന്നിടത്ത് നമുക്കും കൂടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തോട് ചേർന്ന് നടക്കുന്നു എങ്കിൽ മാത്രമേ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, ഞാനൊരു ദൈവപൈതലാണ്, യേശുവിനുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ അത് വെറും ഒരു പ്രഹസനമാകരുത്. വായാലുള്ള വാക്കുകളാൽ അതിനെ ഒതുക്കരുത്. പിന്നെയോ 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. സ്തോത്രം, സ്തോത്രം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവനിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കൂടെ നടക്കണമോ? കൂടെ നടക്കാൻ പറ്റണമോ? യേശു നടന്നതുപോലെ, യേശു നടന്നതുപോലെ, യേശു ജീവിച്ചതുപോലെ, യേശുവിൻ്റെ സ്വഭാവം പോലെ, യേശുവിൻ്റെ, എന്നെ ശ്രദ്ധിക്കൂ, യേശുവിൻ്റെ ആകൃതി കെട്ടാൻ നമുക്ക് സാധിക്കും. ഒരു പരിധിവരെയൊക്കെ ചിലരുണ്ടല്ലോ യേശുവിനെ പോലെ വേഷം കെട്ടുന്നവർ. സ്തോത്രം. പക്ഷേ എങ്കിലും അത് ശരിക്കും യേശു ആകത്തില്ല എന്നുള്ളത് സത്യമാണ്. പടങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്, രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, ചിലരതുപോലെ വേഷം കെട്ടുന്നുണ്ട്, ആ വേഷം വിട്ട് സിനിമ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കും. ഞാൻ എടുത്തു പറയാം, ആ ആകൃതി സ്വീകരിക്കുക വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾ യേശുവിനെ പോലെ ആകണം. എങ്ങനെ? അവൻ്റെ പ്രകൃതി നിങ്ങളിലുണ്ടാകണം. അവൻ്റെ പ്രകൃതി നിങ്ങളിലുണ്ടാകണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അതേ പ്രകൃതി നമ്മിലുണ്ടാകണം. നമ്മളെ കാണുമ്പോൾ, നമ്മുടെ സ്വഭാവം കാണുമ്പോൾ, നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ നടപ്പ് കാണുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയട്ടെ, ഇവനൊരു ക്രിസ്ത്യാനിയാണ്, യേശുവിൻ്റെ കൂടെ നടക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അവൻ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതാകുന്നു. കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കേണ്ടതാകുന്നു. കർത്താവിൻ്റെ സ്വഭാവം നമ്മിലുണ്ടായിരിക്കേണ്ടതാണ്. കൂടെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. മുമ്പ് വായിച്ച വാക്യമാണ്, എങ്കിലും ഒന്നും കൂടെ വായിക്കണം. ഒത്തു പോകണമെങ്കിൽ, ഒരുമിച്ച് പോകണമെങ്കിൽ മനസ്സുകൾ തമ്മിൽ ഒക്കണം. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ, രണ്ടുപേരും തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവും സഭയും ഒന്നായിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? രണ്ടുപേര് രണ്ട് ശരീരമുള്ളവരാണ്, പക്ഷേ രണ്ട് ആത്മാക്കൾ ഒന്നായിത്തീർന്ന്, രണ്ട് മനസ്സുകൾ ഒന്നായിത്തീർന്ന് പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സ്തോത്രം, കർത്താവിനെ ആരെന്നറിയുക, കർത്താവിൻ്റെ സ്വഭാവം അറിയുക, കർത്താവിൻ്റെ വിശുദ്ധി മനസ്സിലാക്കുക. സ്തോത്രം. ഈ കർത്താവിൻ്റെ കൂടെ നടന്നാലേ ഒടുവിൽ
മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാനും ജീവിച്ചിരുന്നാൽ എടുക്കപ്പെടാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള സ്വഭാവങ്ങൾ, ക്രിസ്തുവിലുള്ള ആ പ്രകൃതി, ആ കർത്താവിലുള്ള ആ സ്വഭാവങ്ങൾ നമ്മളിൽ വരുത്തണം. രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് നടക്കണമെങ്കിൽ ഒക്കണം. എല്ലാവരും എന്നൊന്ന് നോക്കിയേ. കർത്താവ് നമ്മളുമായിട്ട് ഒത്തുപോകാത്ത വല്ലതും ചിലർ ഈ കുടുംബജീവിതത്തിൽ തന്നെ പറയുന്ന, ചിലരെയൊക്കെ ഇച്ചിരി വചനം പറഞ്ഞു കൊടുത്തൊക്കെ നേരെയാക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങ് പറഞ്ഞ് ഉറച്ച് ഇങ്ങനെ ഒത്തുപോകില്ല പാസ്റ്റേ, പറ്റൂല പാസ്റ്റേ, ശരിയാവൂല. അതാണോ നമ്മുടെ ഇത്? ഒത്തുപോകണം, ഒക്കണമെങ്കിൽ എന്നെ നോക്ക്, അവിടെ തിരുത്താനൊന്നുമില്ല. എവിടെ? ദൈവത്തിൽ തിരുത്താനൊന്നുമില്ല. പിന്നെ തിരുത്തേണ്ടത് ചേർന്ന് പോകണമെങ്കിൽ കർത്താവിന് ചേരാത്തതെല്ലാം നമ്മിൽ നിന്ന് മാറ്റണം. ഒന്ന് കോപിക്കാനുള്ള സാഹചര്യം കയറി വന്നു കേട്ടാ, മനുഷ്യനല്ലേ, ഒന്ന് കോപിച്ചൊന്ന് അലറി വിളിച്ച് കൂവി ഒരു വലിയ സംഭവമാകാൻ ഒരവസരം വന്നു, ഉടനെ ഓർത്തോണം, ഇത് ചെയ്യണമെങ്കിൽ കർത്താവിനെ മാറ്റണം, കർത്താവിൽ നിന്ന് നമ്മൾ അകലണം. ഇതൊഴിവാക്കിയാൽ നമുക്ക് കർത്താവിനോട് ചേർന്നേക്കാം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു സംസാരം, കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി, അത് കോപമായിക്കോട്ടെ, നുണപറച്ചിലായിക്കോട്ടെ, എന്തും ആകട്ടെ, അത് ചെയ്യുമ്പോൾ ഉടനെ ഓർത്തോണം, ഞാൻ ഇത് ചെയ്താൽ കർത്താവിൽ നിന്ന് അകലണം. ഇതൊഴിവാക്കിയാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഏത് വേണം അത് തീരുമാനിക്കുക, മനസ്സിലാക്കി ജീവിക്കുക. ഇവിടെ ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടും, കർത്താവ് നമ്മെ അംഗീകരിക്കും. ഇവിടെ ചിലർ നമ്മെ മാറ്റി നിർത്തും, കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം കരം പൊക്കി ഹല്ലേലൂയ പറയാം. വിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മളെ എപ്പോഴും ഈ ലോകം അല്ലെങ്കിൽ പിശാച് അവൻ്റെ തന്ത്രങ്ങളിലൂടെ അവനിലോട്ട് വലിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യരിൽ കയറ്റി, സ്തോത്രം, ദൈവമക്കളിൽ കയറ്റി ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് വായിക്കാം. ശ്രദ്ധിച്ച് വായിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഒരു സെക്കൻഡ്. സാക്ഷികളുടെ സമൂഹം എന്ന് നമ്മളിവിടെ വായിച്ചത് എബ്രായർ 11 കുറേ സാക്ഷികൾ അവിടെ കാണാം. എല്ലാ സാക്ഷികളും അവിടെ ഇല്ല, കുറച്ച് സാക്ഷികൾ അവിടെ ഉണ്ട്. ഇത്രയും വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, നമ്മളും അവരെ പോലെ ഒരു സാക്ഷിയായി നിൽക്കണമെങ്കിൽ, യേശുവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ സകല ഭാരവും അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഭാരം ചുമക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ചിലരൊക്കെ പറയുന്നത്, ഞാനല്ലെങ്കിൽ പിന്നെ ആരാ പാസ്റ്റർ ഇതൊക്കെ ഏറ്റെടുക്കുന്നത്? ശരിയാ. കർത്താവ് പറയുന്നത്, ആ ഭാരം നീ ചുമക്കണ്ട, ആ ഭാരം എൻ്റെ മേൽ വെച്ചോളുക. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഒന്ന് ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടമാണോ? ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മുടെ ഭാരം ചുമക്കാൻ ആരുമില്ലായിരുന്നു, നമ്മൾ തന്നെ ചുമന്നു. അതിൻ്റെ ക്ഷീണവും കെടുതിയും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഭാരം ചുമക്കാൻ ഒരാളുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ഭാരം ചുമക്കാൻ ഒരാളുണ്ട്. ഭാരം ഏതോ ആയിക്കോട്ടെ, ചിലത് പുറത്ത് പറയാനൊക്കും, ചിലത് പറയാനൊക്കത്തില്ല. എന്തായാലും നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാൻ വിശ്വസ്തനായ ഒരു നാഥനുണ്ട്. ശരി, സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും. അവിടുത്തെ കാര്യം ശ്രദ്ധിക്കണം. മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ, അത് വിട്ടാലേ ചേർന്ന് നടക്കാൻ പറ്റും.
എങ്കിലേ കൂടെ നടക്കാൻ പറ്റൂ. ചിലരുടെ ഈ മുറുകെ പറ്റുന്ന പാപം കോപമാണ്. ഇന്ന് മനുഷ്യരെ കൂടുതൽ തള്ളിയിടുന്ന അതാണ് കോപം. ചിലർക്ക് എത്ര നിയന്ത്രിച്ചാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചിലർ ഇതൊരു പ്ലസ് പോയിൻ്റായിട്ട് അഭിമാനമായി പറയുന്നവരുണ്ട്. എൻ്റെ അപ്പൂപ്പനും കോപമുണ്ടായിരുന്നു, ഇതേ സ്വഭാവക്കാരനായി. അയാളുടെ ഇപ്പോഴത്തെ പുള്ളി എൻ്റെ അപ്പനും അതുണ്ടായിരുന്നു, അത് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. വലിയ അഭിമാനമാണ്. സ്തോത്രം. എടാ, യേശുപ്പച്ചൻ്റെ സ്വഭാവം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അതോ നിൻ്റെ അപ്പൂപ്പൻ്റെതാണോ നിനക്ക് കിട്ടിയത്? അഭിമാനിക്കാനുണ്ടോ? സ്തോത്രം. വേണ്ടാത്തതൊക്കെ പ്രവർത്തിച്ചിട്ട് അതുകൊണ്ട് അഭിമാനിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നീ അപമാനിക്കപ്പെടാൻ പോവുകയാണ്, പരാജയപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ മുറുകെ പറ്റുന്ന പാപം ചിലപ്പോൾ കോപമായിരിക്കാം, ചിലത് രസത്തിനൊരു കള്ളം പറച്ചിലായിരിക്കാം. തൽക്കാലം വല്ല ലാഭവും ഉണ്ടായി കാണും, പക്ഷേ നഷ്ടം അത്ര വലുതെന്ന് മറക്കരുത്. സ്തോത്രം. മുറുകെ പറ്റും. ഏതാ നിങ്ങളുടെ മുറുകെ പറ്റുന്നേ? അവരൊരു ശോധന ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ എനിക്കതൊന്നും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സമയം പോരാ. അവരവർ ദൈവവചനം എന്ന മെഷീനിൽ കയറ്റി സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു സ്കാനിങ് മെഷീൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. MRIയേക്കാളും കൂടിയത്. ചിലരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. ഞെട്ടണം. സ്തോത്രം. ഹല്ലേലൂയ. അവരവരെ ശോധന ചെയ്യട്ടെ. സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഇവിടത്തെ കാലം ഇതൊക്കെ കൊണ്ട് വല്ല ലാഭവും കിട്ടിയാൽ നേട്ടമെന്ന് വിചാരിക്കരുത്. അത് കോട്ടമാണ്, അത് പരാജയമാണ്. ഇവിടെ ചിലയിടത്ത് അംഗീകാരം കിട്ടാതെ പോയി. സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവഗണിക്കപ്പെട്ടു, ഒറ്റപ്പെടുത്തി, നമ്മെ മോശക്കാരാക്കി, മാറ്റി നിർത്തി. സങ്കടപ്പെടേണ്ട, നീ ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ പോവുകയാണ്. മനസ്സിലായവർ കരം പൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിസ്സാരമെന്ന് തോന്നുന്നതായ പാപ സ്വഭാവങ്ങളെ, മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങളെ, മക്കളെ, മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങളെ, നിങ്ങൾക്കിഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങളെ, നിങ്ങൾക്ക് തൽക്കാലം സന്തോഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങളെ, അത് ഫേസ്ബുക്കിലായാലും കൊള്ളാം, അത് മറ്റെവിടെയെങ്കിലും ആയാലും, നിങ്ങളുടെയൊക്കെ മേഖലകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കേ അറിയാവൂ. കാരണം ചില മാതാപിതാക്കൾ പറയാറുണ്ട്, എൻ്റെ കൊച്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. നിങ്ങൾക്കറിയാം, അവർക്ക് നിങ്ങളെ അറിഞ്ഞുകൂടെന്ന്. നിങ്ങൾക്ക് നിങ്ങളെ അറിയാവൂ. മനസ്സിലായല്ലോ അല്ലേ? നിങ്ങളുടെ മുഖം തന്നെ അത് തെളിയിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ അറിയാവൂ. ആ മുറുകെ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സകല രഹസ്യങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ചേർന്ന് നടക്കാൻ അത് തടസ്സമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 12:4 വായിക്കാം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലായ ആ വാക്യം? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാണൻ പോയാലും പാപം ചെയ്യരുത്. പാപം ചെയ്തൊരു പാപിയായി തീരുന്നതിനേക്കാൾ അതിനു മുമ്പ് പ്രാണനങ്ങ് പോയാൽ മതി. ചില നല്ല അമ്മമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവനൊക്കെ ഇങ്ങനെ ജീവിച്ച് പിന്നെ വരാൻ പോകുന്ന ഗതികേടൊന്നും കാണാൻ ഞാൻ ജീവിച്ചിരിക്കരുതേ കർത്താവേ എന്ന്. മനസ്സിലായോ? സ്തോത്രം. ജീവൻ പോകേണ്ടി വന്നാലും പാപം ചെയ്യരുത്. പാപം ചെയ്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പറയേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അതിനു മുമ്പ് മരിക്കുന്നതാണ് നല്ലത്. ചിലതൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും അതും ഒരു ദോഷത്തിൻ്റെ വഴിയായിരിക്കാം. ഉദാഹരണം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്,
ഹിസ്കിയാവിന് 15 വർഷം കൂടെ നീട്ടിക്കിട്ടി, നല്ല കാര്യമാണ്, നമുക്കും പ്രാർത്ഥിക്കാം. പക്ഷേ പിന്നത്തേതിൽ വന്ന ഗതികേട്, അവനും കുഴപ്പത്തിലായി. അവനൊരു മകനെ ജനിപ്പിച്ചിട്ട് പോയി, അവൻ മഹാകുഴപ്പത്തിലായി. സ്തോത്രം. അപ്പോൾ എല്ലാ മറുപടിയും പിടിച്ച് വാങ്ങുന്നതുകൊണ്ട് ഗുണമാണോ എന്നുള്ളത് അവരോട് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പാടുന്ന പാട്ട് ജീവിതത്തിൽ അനുഭവമാക്കാൻ ശ്രമിച്ചാൽ നല്ല. നമ്മളൊരു പാട്ട് പാടുമല്ലോ, നിൻ്റെ ഹിതം പോലെ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, അങ്ങനെയാണോ എന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് വിളിക്കുമ്പോൾ പാകം ശരിയാണെങ്കിൽ അങ്ങ് കയറിപ്പോകാൻ ഉത്സാഹിച്ചോണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായവർക്കൊരു ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് പ്രാണൻ പോകേണ്ടി വന്നാലും പാപത്തിന് അവസരം കൊടുക്കരുത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കൾ ശ്രദ്ധിക്കൂ. പണ്ട് നമ്മൾ പാപികളായിരുന്നത് കൊണ്ട് പാപം ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ട്, ഗുഡ് ബൈ ആണോ പറഞ്ഞത്, ഗുഡ് മോർണിംഗ് ആണോ പറഞ്ഞത് എനിക്കറിയത്തില്ല, ഗുഡ് ബൈ പറഞ്ഞിട്ട് സ്തോത്രം നമ്മൾ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ അതിനൊരാഗ്രഹമുണ്ട്, ഞാൻ നിന്നെ പിടിക്കും. ലോകത്തിൽ ഇഷ്ടം പോലെ പാപം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് പിശാചിന് ഒരു വിഷമവുമില്ല. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ച് പാപം ചെയ്യാതെ ജീവിക്കുന്നവരെ കുറിച്ചാണ് അവന് വലിയ വേദന. അവൻ്റെ ആഗ്രഹം നിന്നോടാണ്, നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കാനാണ്. പക്ഷെ ഒരു ദൂത് പറയാം, അത് നിന്നെ കീഴടക്കരുത്. നീ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വചനം, എല്ലാവരും ആ വാക്യം ശ്രദ്ധിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വചനം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? അടുത്ത്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. ബാക്കി, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. എല്ലാവരും ഒരു നിമിഷം ഒന്ന് അവിടെ നിർത്തി ചിന്തിക്കണം. പാപത്തിൻ്റെ ആഗ്രഹം ആരോടാണ് മക്കളെ? പാപത്തിൻ്റെ ആഗ്രഹം ആരോടാണ്? നിൻ്റെ കൂടെ പഠിക്കുന്ന ഇത്തിരി പിള്ളേരവിടെയുണ്ട്, അവരോടൊന്നുമല്ല. ഇഷ്ടം പോലെ കള്ളം പറയുന്നവരും സിനിമ കാണുന്നവരും മോശം പ്രവൃത്തികൾ ചെയ്യുന്നവരും മറ്റും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും ഇത്തിരി പിള്ളേരുണ്ട്. അവരോടൊന്നുമല്ല നമ്മുടെ എതിരാളിയുടെ ആഗ്രഹം. സ്തോത്രം. അവൻ്റെ ആഗ്രഹം നിന്നോടാകും. നിന്നെ എങ്ങനെ തോൽപ്പിക്കാം, നിന്നെ കൊണ്ട് എങ്ങനെ പാപം ചെയ്യിപ്പിക്കാം എന്നതൊക്കെ, അതിനു വേണ്ടി നിനക്കിഷ്ടമുള്ള, നിനക്ക് താല്പര്യം തോന്നുന്ന മേഖലകളിലൊക്കെ അവൻ നിന്നെ നടത്തുകയോ അത് നിന്നെ കാണിക്കുകയോ ചെയ്യും. ഔവ്വ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ ഫലം ബാക്കി കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. പലതും കാണിക്കും, നിന്നെ കാണാൻ പലതും കാണിക്കും, നിന്നെ കാണാൻ പലതും കാണിക്കും. ലക്ഷ്യമതേ ഉള്ളൂ, നിന്നെ തോൽപ്പിക്കുക, നിന്നെ പരാജയപ്പെടുത്തുക, നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഒരു കള്ളം പറയാൻ ഒരു അവസരം വന്നാൽ ഉടനെ ഓർത്തോണം, പിശാചിൻ്റെ ആഗ്രഹം ഇതാണ്. എന്നെക്കൊണ്ട് ഒന്ന് കോപിച്ചാൽ ഉടനെ ഓർത്തോണം, പിശാചിൻ്റെ ആഗ്രഹം ഇതായിരുന്നു, എന്നെക്കൊണ്ട് ചെയ്യിപ്പേ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് എഴുതിയിട്ടാൽ കൊള്ളാം. ഇന്നലെ ഇത്ര പ്രാവശ്യം കോപിച്ചു, ഇന്ന് ബാക്കിയൊക്കെ മനസ്സിലായല്ലോ. സ്തോത്രം. തോൽപ്പിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്ന ഉദ്ദേശം നിന്നെ തോൽപ്പിക്കുക, നിന്റെ ആത്മീയ ജീവിതത്തെ പരാജയപ്പെടുത്തുക, യേശുവിനോട് ചേർന്നുള്ള ആ നടപ്പിനെ പരാജയപ്പെടുത്തുക. ഇതാണ് പിശാചിൻ്റെ ലക്ഷ്യം. പക്ഷെ ഒരു ദൂത് അടുത്ത ഭാഗം വായിച്ചോ. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. മോനെ ഒന്നുകൂടെ ഉറക്കെന്ന് വൈര്. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എൻ്റെ മുമ്പിലേക്ക് പൊന്നു മക്കളെ, ചെറുപ്പക്കാരെ,
നിന്നെ തോൽപ്പിക്കുവാൻ നിന്നോട് ആഗ്രഹിച്ച് പലതും കാണിച്ച് നിന്നെ മോഹിപ്പിക്കുമ്പോൾ, ആകർഷിക്കുമ്പോൾ അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീയോ അതിനെ യേശുവിനോട് കൂടെ നടക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ, ജീവിച്ചിരുന്നാൽ യേശു വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ യേശുവിനോട് കൂടെ നടക്കുക. യേശുവിനോട് കൂടെ നടക്കുക. യേശുവിനോട് കൂടെ നടക്കുക. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം എത്രത്തോളം യേശുവിനോട് അടുത്ത് നടന്നു, എന്തുമാത്രം യേശുവിൻ്റെ കൂടെ നടന്നു, എവിടൊക്കെ യേശുവിന് ഇഷ്ടമില്ലാത്തത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ട് യേശുവിൽ നിന്ന് അകന്നുപോയി. യേശുവിൻ്റെ ഭാഗത്ത് തിരുത്താനോ ക്രമപ്പെടുത്താനോ ഒന്നുമില്ല. ചേർന്ന് നടക്കണമെങ്കിൽ നമ്മുടെ ഭാഗങ്ങൾ ക്രമപ്പെടുത്തണം, നമ്മുടെ ഭാഗങ്ങൾ ക്രമീകരിക്കണം. കർത്താവിൻ്റെ കരുണ കഴിഞ്ഞ ആഴ്ച കർത്താവ് വന്നില്ല. കർത്താവിന് നമ്മോട് കാണിച്ച ദീർഘക്ഷമയാകാം കഴിഞ്ഞ ആഴ്ച നമ്മൾ മരിച്ചില്ല. ഒരാഴ്ച കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. എന്തിന്? അടുത്ത് ഇടയ്ക്ക് യേശുവിനും എനിക്കും ഇടയ്ക്ക് യേശുവിന് ഇഷ്ടമില്ലാത്തതായി എന്തൊക്കെ ജീവിതത്തിലുണ്ടോ അതിനെ എടുത്തു മാറ്റിക്കിട്ട് ചേർന്ന് നടക്കുവാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് തരികയാണ്. ചേർന്ന് നടക്കാൻ മറ്റാരെ കൊണ്ട് നിങ്ങളെ ചേർപ്പിക്കാൻ പറ്റത്തില്ല. അവരവർ വിചാരിച്ചാലേ നടക്കൂ. നിനക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ, ഒരാഗ്രഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ, കത്തുന്ന ഒരു താല്പര്യം അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അതിനുള്ള കൃപ ദൈവം നിനക്ക് തരും. ലോകസ്നേഹമാണ് നിനക്കുള്ളതെങ്കിൽ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങളാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, സാത്താൻ കാണിക്കുന്ന ഭംഗിയും ആകർഷണങ്ങളിലുമൊക്കെ സ്വാധീനങ്ങളിലൊക്കെ നീ വീണു പോകുന്നെങ്കിൽ നീ പരാജയപ്പെടും. പക്ഷേ നിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം കത്തിക്കേറി വരട്ടെ, എൻ്റെ യേശുവിനോട് എനിക്ക് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കണം, ജീവിച്ചിരുന്നാൽ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടണം.